25 വർഷം മുൻപേ ഉള്ളതാണ് അവിടുത്തെ പല നിർമ്മിതികളും. വാണിയമ്പലം ഗേറ്റിന്റെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങാത്തവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം എന്നുള്ളത് എൻ്റെ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുന്നതാണ്. ഒരു വ്യവസായ ഹബ്ബായിട്ട് ആ പ്രദേശത്തെ മാറ്റാൻ കഴിയും. അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ധാരാളം തൊഴിലാളികളുണ്ട്. എന്നിട്ടും അത് ഇങ്ങനെ വൈകാൻ ഉള്ള കാരണം അത് MLAക്ക് മാത്രമേ വിശദീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വടക്കൻ മലബാറിലെ മൊത്തം വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാവുന്ന തരത്തിലുള്ള വലിയ ക്യാമ്പസ് നമുക്കിവിടെ പ്ലാൻ ചെയ്യാം. BMC സ്കൂളിനെ നമുക്ക് ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ കോംപ്ലക്സ് ആക്കി മാറ്റാൻ കഴിയും. വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് നമ്മുടെ കേരളമുള്ളത്. ഓരോ മണ്ഡലങ്ങളും നിർണായകം തന്നെയാണ് ഇരു മുന്നണികൾക്കും. ഭരണം നിലനിർത്താൻ LDFും ഭരണം തിരിച്ചുപിടിക്കാൻ UDFും തമ്മിലുള്ളൊരു വലിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വണ്ടൂർ നിയോജക മണ്ഡലം. ഇവിടെ സിറ്റിംഗ് MLA ആയി AP അനിൽകുമാറാണ് ജനവിധി തേടുന്നത്. ഒപ്പം ഇത്തവണ ശക്തനായ ഒരു എതിരാളിയായി ഡോക്ടർ KK ദാമോദരനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്നും മത്സരിക്കുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വണ്ടൂരിൻ്റെ ഒരു ഗ്രൗണ്ട് സീറോയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ദിവസത്തെ ഒരു പര്യടനമൊക്കെ നടത്തിയപ്പോൾ എങ്ങനെയുണ്ട്? ആവേശകരമായ സാഹചര്യമാണ്. വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ നല്ല പ്രതികരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ സ്വീകരണം ഈ സ്ഥാനാർത്ഥിത്വത്തിനും അതുപോലെ ഞങ്ങളുടെ പ്രചരണത്തിനും കിട്ടിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാന വിഷയം, പ്രത്യേകിച്ച് വണ്ടൂരിൽ, കാരണം ഇവിടെ 25 വർഷം തുടർച്ചയായിട്ട് ഇരുന്ന ഒരു MLA ഉള്ള മണ്ഡലം എന്നുള്ള നിലയിൽ വണ്ടൂരിൻ്റെ സാഹചര്യങ്ങൾ പ്രത്യേകമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ദീർഘകാലം ഒരു MLA ഇരിക്കുമ്പോൾ എന്താണ് ആ മണ്ഡലത്തിൽ സംഭവിക്കുക എന്നുള്ളതിൻ്റെ ചില ചിത്രങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വണ്ടൂരിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരിശോധിക്കുന്നത്. സാമാന്യം UDFന് വലിയൊരു മേൽക്കൈയുള്ള മണ്ഡലമാണ് വണ്ടൂർ എന്നാണ് അവരുടെ ഒരു അവകാശവാദം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു 15,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തവണ എങ്ങനെയാണ് അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ അടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 25 വർഷത്തെ MLAയുടെ വികസന പദ്ധതികൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ നാട്ടിൽ എന്തുണ്ടാക്കി എന്നവർ ഉറക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം അതിൻ്റേതായിട്ടുള്ള ഫലമുളവാക്കുന്നുണ്ട്. അതേസമയം ഈ പ്രവർത്തന രാഹിത്യം ഒരു ഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലവും കൂടിയാണ്. ഇപ്പോൾ ഒരുപാട് ഉന്നതികളാണെങ്കിലും പട്ടികജാതി പട്ടികവർഗ കോളനികളാണെങ്കിലും ഉള്ളൊരു മണ്ഡലമാണ് വണ്ടൂർ. അതുകൊണ്ട് തന്നെയാണ് ഈ SC സംവരണമായി മണ്ഡലം തുടരുന്നതും. അപ്പോൾ ഈ മേഖലകളൊക്കെ സന്ദർശിക്കുമ്പോൾ ആനുപാതികമായ ഒരു SC മണ്ഡലത്തിൻ്റെ ആനുപാതികമായ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇപ്പം ഞാൻ മങ്കട മണ്ഡലത്തിൽ എനിക്ക് നല്ല പരിചയമുള്ള പ്രദേശമാണത്. ഇതുപോലെ തന്നെ അയൽ മണ്ഡലങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ ഉന്നതികൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10 വർഷം ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു മേഖലയാണത്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ ഈ മലയോരത്തോട് ചേർന്ന് കിടക്കുന്ന പട്ടികജാതി പട്ടികവർഗ ഉന്നതികൾ വലിയ നിരാശ ഉളവാക്കുന്ന ഭൗതിക സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത്. തീർച്ചയായും ഒരു സംവരണ മണ്ഡലം എന്നുള്ള നിലയിലും അവിടെ നിന്ന് നല്ല ധാരാളം സമയം ലഭ്യമായ ഒരു MLA, 25 വർഷം സുദീർഘമായ കാലാവധിയാണ്. 25 വർഷം മുൻപേ ഉള്ളതാണ് അവിടുത്തെ പല നിർമ്മിതികളും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന 25 വർഷത്തിൽ കുറഞ്ഞ പഴക്കമുള്ള നിർമ്മിതികൾ കണ്ടെത്തുക പ്രയാസമാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റ് അതല്ലെങ്കിൽ ആ ലൈറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം 25 വർഷത്തിൽ കൂടുതൽ അതല്ലെങ്കിൽ 25 വർഷത്തോളം പഴക്കമുള്ള നിർമ്മിതികളാണ് പല ഉന്നതികളിലുമുള്ളത്. ഈ ഒരു 10 വർഷം LDFിൻ്റെ ഭരണം സർക്കാർ തലത്തിലുണ്ടായിരുന്നു. ആനുപാതികമായ ഓരോ മണ്ഡലങ്ങളിലും ആനുപാതികമായ ഫണ്ടുകൾ ലഭ്യമാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതിന് ആനുപാതികമായ ഒരു വികസനം വണ്ടൂർ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടോ ഈ ഒരു 10 വർഷത്തിനിടയിൽ? അതിന് ഏതെങ്കിലും രീതിയിൽ MLA ഇടപെട്ടിരുന്നത്? എന്താണ് അത് സംബന്ധിച്ചുള്ളൊരു വിലയിരുത്തൽ? ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനങ്ങളെല്ലാം ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അജണ്ടയുടെ ഭാഗമായി വരുന്ന നിർബന്ധിത വികസനങ്ങളാണ്. ഇപ്പോൾ സ്കൂളുകളുടെ വികസനം, ഇതുപോലെ റോഡുകളുടെ വികസനം, നമ്മുടെ മലയോര ഹൈവേ,
അത്തരത്തിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളുണ്ട്. ആ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളുടെ ഭാഗമായുള്ള നിർബന്ധിത വികസനങ്ങളാണ് നമുക്കിവിടെ അധികം കാണാൻ കഴിയുക. മറിച്ച് ഈ മണ്ഡലത്തിൻ്റെ ഒരു സംവരണ മണ്ഡലം എന്ന ആനുകൂല്യം മുൻനിർത്തി MLA സംസ്ഥാന സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങിയ ഈ മണ്ഡലത്തിൽ മാത്രം ദൃശ്യമാകുന്ന വികസന പദ്ധതികൾ ഒന്നും തന്നെ ഇതുവരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രചരണ വിഷയമായി ഉയർന്നു വരുന്നത് വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നൊരു ജനരോഷം അത് വലിയ തോതിൽ ഇടതുമുന്നണി അടക്കം പ്രചരണ വിഷയമാക്കി ഉയർത്തുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ചുള്ളൊരു നിലപാട്? വാണിയമ്പലം മേൽപ്പാലം ഒരു പ്രധാന ചർച്ചാ വിഷയമാകാൻ ഉള്ള ഒരു സാങ്കേതിക കാരണം അത് ഈ മണ്ഡലത്തിലെ എല്ലാവർക്കും അനുഭവവേദ്യമായൊരു സാധനമാണ്. ഞാൻ ഒരു 100-150 യോഗങ്ങളിൽ ഇപ്പോൾ സംസാരിച്ചു കാണും. അവിടെയൊക്കെ ഞാൻ തമാശ രൂപേണ ചോദിക്കാറ്, വാണിയമ്പലം ഗേറ്റിൻ്റെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങാത്തവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം എന്നുള്ളത് എൻ്റെ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാവരും ഈ മണ്ഡലത്തിലുള്ള ആളുകൾ മുഴുവൻ എന്നുവെച്ചാൽ ഞാനീ സംസാരിച്ചവരെല്ലാം, ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരെല്ലാം ആ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അനുഭവവേദ്യമായൊരു വിഷയം നമുക്ക് വളരെ വേഗത്തിൽ ആളുകളോട് പറയാൻ പറ്റും. മാത്രവുമല്ല, അത് തുടർച്ചയായി അതിൽപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ വണ്ടൂരിലും അതുപോലെ കാളികാവിനും ഇടയിൽ നിരന്തരം യാത്ര ചെയ്യേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു അക്കാദമിക് വിഷയമല്ല, അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നേരിട്ട് പ്രാധാന്യമുള്ള വിഷയമാണത്. ആ നിലയിൽ അത് വലിയ ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് നന്നായി പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളത്തിൽ ഈ ലെവൽ ക്രോസുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു നയം കൂടിയാണ്. ഈ നിലവിൽ തന്നെ ഒരു 12ഓളം ലെവൽ ക്രോസിൻ്റെ മുകളിലുള്ള ഓവർബ്രിഡ്ജുകളുടെ പണി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് ഒരു ലെവൽ ക്രോസിന് മുകളിലൊരു ഓവർബ്രിഡ്ജ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ TVU ആണ്, ട്രെയിൻ വെഹിക്കിൾ യൂണിറ്റിൻ്റെ എണ്ണമാണ്. ആകെ കടന്നു പോകുന്ന ട്രെയിനുകളുടെ എണ്ണം അതിനെ ആകെ ക്രോസ് ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ 1,00,000 കിട്ടുമെങ്കിൽ അവിടെ ഓവർബ്രിഡ്ജ് അഡ്മിസിബിളാണ്. എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, അഡ്മിസിബിളാണ്. അതേസമയം അതിനുവേണ്ടി മുൻകൈ എടുക്കണം. പലപ്പോഴും ഒരുപാട് നെഗോസിയേഷൻസും അതുപോലെ വലിയ തോതിലുള്ള ലോബിങ് എല്ലാം അതിന് വേണ്ടി വരും. അതെല്ലാം തന്നെ സമയമെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ജനപ്രതിനിധിയുടെ ഭാഗം. ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഇപ്പോൾ ഈ പറയുന്ന നിലമ്പൂരാണെങ്കിലും അണ്ടർപാസ് വന്നു കഴിഞ്ഞു, അവിടെ തന്നെ അടുത്ത് രാമകുത്ത് അണ്ടർപാസ് വന്നു കഴിഞ്ഞു. നേരെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പട്ടിക്കാട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചെറുകര ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി പൂർത്തിയായി. വാടാനംകുറിശി അതിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാതകൾ ഈ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ നോക്കുകയാണെങ്കിൽ വാണിയമ്പലം മാത്രമാണ് ഇപ്പോൾ ഈ മേൽപ്പാലം വരാതിരിക്കുന്നത്. അപ്പം അങ്ങാടിപ്പുറം അടക്കം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ MLA കാര്യമായ നടപടികൾ എടുക്കാത്തത് കൊണ്ടാണോ ഇത് വൈകിയത്? എന്താണ് അത് സംബന്ധിച്ചുള്ളൊരു നിലപാട്? MLA ആണ് നമുക്ക് കാണാൻ കഴിയുക ഇക്കാര്യത്തിൽ. അതിൻ്റെ ഒരു അനാസ്ഥയുടെ ഒരു ബിന്ദുവായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ നാട്ടിലെ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉള്ള ജനാധിപത്യം അനുവദിച്ചിട്ടുള്ളൊരു കണ്ണിയാണ് MLA. അപ്പോൾ ആ കണ്ണിക്ക് അപ്പുറത്തേക്ക് സാധാരണ ജനത്തിന് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കണ്ണിയുടെ ഒരു ദൗർബല്യമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വാടാനംകുറിശിയിലൊന്നും ഇത്ര TVU ഉണ്ടായിരിക്കില്ല, ഇത്ര വാഹനങ്ങൾ ക്രോസ് ചെയ്യാൻ കഴിയില്ല, അത്ര വാഹനങ്ങളില്ല ഇവിടെ. 10 മിനിറ്റ് ബ്ലോക്ക് ആകുമ്പോഴേക്ക് 3 കിലോമീറ്റർ ദൂരെയുള്ള വണ്ടൂർ വരെ വാഹനങ്ങൾ വന്ന് അടിയുന്നുണ്ട്. ഞാനവിടെ ഒരു തവണ നിന്നിരുന്നു. അതെന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ വരെയുള്ള ദൂരം 10 മിനിറ്റ് കൊണ്ട് ഫില്ലാവണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച TVU പോരാ, അതിനേക്കാൾ കൂടുതലുണ്ടായിരിക്കും, എത്രയോ മടങ്ങുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് ഇപ്പോൾ റെയിൽവേ ഓവർബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നത് ഒരു സാധാരണ വികസന പ്രവർത്തനമായിട്ടാണ് സംസ്ഥാന സർക്കാരും റെയിൽവേയും കാണുന്നത്. എന്നിട്ടും അത് ഇങ്ങനെ വൈകാൻ ഉള്ള കാരണം അത് MLAക്ക് മാത്രമേ വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ താങ്കൾ ഒരു ഗവൺമെൻറ് കോളേജ് പ്രധാനാധ്യാപകനായി വിരമിച്ച് ഒരുപാട് മണ്ഡലത്തിലടക്കം പരിചയമുള്ള മമ്പാട് കോളേജിലടക്കം പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ പരിചയമൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുക? എനിക്ക് വണ്ടൂർ മണ്ഡലത്തിൽ ഞാൻ നേരത്തെ പല യോഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ചുരുങ്ങിയതൊരു 2000 ആളുകൾ എൻ്റെ കൂടെ പഠിച്ചവരായിട്ടുണ്ട്. 20 വർഷം നമ്മുടെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിരുന്നു. അന്ന് ഇത്രയധികം കോളേജുകളില്ല. ഇവിടെയുള്ള കുട്ടികളെല്ലാം അവിടെ പഠിച്ചവരായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടൂർ മണ്ഡലം എനിക്കത്ര അപരിചിതമായൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ എനിക്കത് നല്ല ഗുണം ചെയ്യുന്നുണ്ട്. ഏതൊരു കവലയിൽ ചെന്നാലും 1-2 ആളുകൾ കൈപിടിച്ച് പഴയ സൗഹൃദവും അതുപോലെ സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ട്.
അതെല്ലാം എനിക്ക് ഈ വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സൈലന്റ് വാലി വനമേഖല അതിര് പങ്കിടുന്ന കരുവാരകുണ്ട് മുതൽ തുടങ്ങുന്ന ഒരു മണ്ഡലമാണ്. കരുവാരകുണ്ട് തൂരുന്ന് അവിടെ നിന്ന് പോകുന്ന കളികാവ് വന്ന് ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇന്നും അവികസിത മേഖലകളുള്ളൊരു പ്രദേശം കൂടിയാണ് വണ്ടൂർ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ പ്രചരണ പരിപാടികൾക്ക് എത്തുമ്പോൾ ഇനി എന്തൊക്കെയാണ് വണ്ടൂരിൽ തുടർന്ന് വരേണ്ട മാറ്റങ്ങൾ, ഏതൊക്കെ രീതിയിൽ വണ്ടൂർ വികസിക്കേണ്ടതുണ്ട്, എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് പങ്കുവയ്ക്കുന്നത്? വണ്ടൂർ എന്ന് പറയുമ്പോൾ വണ്ടൂർ മണ്ഡലമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ചെറു പട്ടണങ്ങൾ, ചെറു നഗരങ്ങളുണ്ട്. ഇപ്പോൾ വണ്ടൂർ, കാളികാവ്, അതുപോലെ തന്നെ നമ്മുടെ വാണിയമ്പലം, മമ്പാട്, ചോക്കാട് തുടങ്ങിയ സ്ഥലങ്ങൾ. അവിടെ എല്ലാം തന്നെ ആ ചെറു നഗരങ്ങളുടെ എല്ലാം തന്നെ, നഗരങ്ങൾ എന്ന് പറയാൻ വയ്യ, ചെറു അങ്ങാടികളുടെ അതെല്ലാം തന്നെ ശരിക്ക് ഒരു മോഡേണൈസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു വികസനം സാധ്യമാണ്. അവിടെ ആളുകളുമായി സംസാരിച്ച് നല്ല ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കസ്റ്റമർ ട്രാഫിക് ആ ഭാഗത്തുണ്ടായിരിക്കും. ഇതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പുറകിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിർബന്ധിത വികസനവും പിന്നെ സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇനീഷ്യേറ്റീവ്സും അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് സൗജന്യമായി ആശ്രയിക്കാവുന്ന ഗുണനിലവാരമുള്ള സർക്കാർ സംവിധാനങ്ങൾ കുറവാണ് ഈ മണ്ഡലത്തിൽ. അതിൽ ഗവൺമെൻറ് കോളേജാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അത് കൂടാതെ ഇപ്പോൾ പോളിടെക്നിക്കുകളോ ITIകളോ ഇതുപോലെ തന്നെ ധാരാളം ഭൂലഭ്യതയുള്ളൊരു മണ്ഡലമാണിത്. മലയോര മണ്ഡലമായതുകൊണ്ട് 100-500 ഏക്കർ ഏറ്റെടുക്കാൻ സർക്കാരിന് ഒരു പ്രയാസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വടക്കൻ മലബാറിലെ മൊത്തം വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാവുന്ന തരത്തിലുള്ള വലിയ ക്യാമ്പസ് നമുക്കിവിടെ പ്ലാൻ ചെയ്യാം. ഇത്തരം ക്യാമ്പസുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ സർക്കാരിനെ തടയുന്നത് ഭൂലഭ്യതയാണ്. ആ ഹഡിൽ ഇവിടെ ഇല്ല, ആ തടസ്സം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരുകൾ, ഏത് സർക്കാരാണെങ്കിലും ഇടത് വലത് സർക്കാരുകളാണെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് മറ്റൊന്ന്. പിന്നെ ടൂറിസം മേഖലയിൽ നല്ല സാധ്യതകളുള്ള ഒരു മേഖലയാണിത്. ധാരാളം നല്ല ശുദ്ധജലമുള്ള പുഴകളുണ്ട്, ആംബിയൻസ് ഉള്ള കുറേ പിന്നെ ടെറൈൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് പിന്നെ ട്രെയിൻ കണക്ടിവിറ്റി നോമിനലാണെങ്കിലും ഉണ്ട്. അതെല്ലാം ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കാളികാവ് അതുപോലെ തിരുവാലി ഭാഗത്തൊക്കെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള കുറേ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ പിന്നെ പരിപോഷിപ്പിച്ച് അതിന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകി കഴിഞ്ഞാൽ ഈ ഒരു വ്യവസായ ഹബ്ബായിട്ട്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഔട്ട്സോഴ്സിങ്, ഈ ടെക്സ്റ്റൈൽ സർവീസ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യവസായ ഹബ്ബായിട്ട് ആ പ്രദേശത്തെ മാറ്റാൻ കഴിയും. അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ധാരാളം തൊഴിലാളികളുണ്ട്. പിന്നെ വളരെ എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള കുറേ സംരംഭകരുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷനോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. എങ്ങനെയാണ്, ശുഭപ്രതീക്ഷയുണ്ടോ? ശുഭപ്രതീക്ഷയിലാണ്. ഞങ്ങളെല്ലാവരും തന്നെ ശുഭപ്രതീക്ഷയിലാണ്. ഇത്തവണ വിജയം അത്ര അകലെ അല്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലാണുള്ളത്. ഇപ്പോൾ വണ്ടൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കളുടെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ അനുഭവ പരിചയം അടക്കം മുൻനിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയടക്കം വണ്ടൂരിൽ വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും VMC സ്കൂളിനെ നമുക്ക് ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ കോംപ്ലക്സ് ആക്കി മാറ്റാൻ കഴിയും. പ്രത്യേകിച്ച് 10-18 ഏക്കർ സ്ഥലം ലഭ്യമായിട്ടുള്ള ഒരു സ്കൂളാണത്. അപ്പോൾ സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ മേഖല വലിയ തൽപരരാണ്. പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ ഒരു കേന്ദ്രമാണല്ലോ നമ്മുടെ മണ്ഡലം. അപ്പോൾ അതിപ്പോൾ ഫുട്ബോളിലേക്ക് ഇപ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള പിന്തുണ നമുക്ക് കിട്ടും. സ്കൂൾ താല്പര്യമില്ലാത്ത ആളുകൾക്ക് തന്നെ വലിയ പിന്തുണ കിട്ടും. അപ്പോൾ അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ ആ സ്കൂളിനെ മാറ്റി എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയൊരു വികസന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഡോക്ടർ KK ദാമോദരൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എന്തായാലും കേവലം ഇനി 5 ദിവസത്തിനപ്പുറം ജനം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. വണ്ടൂരിൽ ഇത്തവണ മാറ്റം സംഭവിക്കുമോ, എന്തൊക്കെയാണ് വണ്ടൂരിൽ ഇനി വരാൻ പോകുന്നത്, ജനം എന്താണ് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും LDF ഇത്തവണ മികച്ച ഒരു സ്ഥാനാർത്ഥിയായി തന്നെ ഡോക്ടർ KK ദാമോദരനെ മുന്നിലേക്ക് ഇറക്കിക്കൊണ്ട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒരു അട്ടിമറി വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ചില കാര്യങ്ങളിൽ തർക്കമേയില്ല. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്, ദ മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV, മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ.